അപ്പൊ നമ്മുടെ ഈ സൂരജ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പായസവും ബോളിയും കിട്ടുന്ന ഒരു കട പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് ആ കടയിൽ ചെന്ന് പായസവും ബോളിയും കഴിച്ചു. മറ്റൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആദർശ് സേനായും കുടുംബവും. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. പായസം കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അതൊരു വ്ളോഗാക്കി മാറ്റുകയും ചെയ്തു. ഫുഡിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായവും പറഞ്ഞു. കാലക്കി എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. പ്രമുഖ വ്ളോഗറുടെ വീഡിയോ കണ്ടു വന്നതാണ്. പക്ഷെ ആള് തന്ന ഹൈപ്പിനൊന്നുമില്ല. ക്വാണ്ടിറ്റി കുറവാണ്, വിലയാണെങ്കിൽ കൂടുതലാണ് എന്നൊക്കെയായിരുന്നു ഇവരുടെ അഭിപ്രായം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പാൽപ്പായസം, കടലപ്പായസം, അടപ്പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടെയിൽ പായസം. കോക്ടെയിൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നതരമായിരിക്കുന്നു, വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. കൂട്ടി കുഴച്ച് കഴിച്ചിട്ടില്ല, നല്ല മുതുക്ക് ടേസ്റ്റാണ്. തൊള്ളയെ കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല. ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതുക്ക് ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞാണ് എണീച്ചത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു പറ്റിപ്പേര് കിട്ടിയതുകൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ആക്രാന്ത മൂത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു കയ്യബദ്ധം, നെയ്ബോളിയാണ് കേട്ടോ ഐറ്റം. ഇത് ഇവിടെ കൂട്ടി ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഇതിന് പ്രത്യേക ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് 200 ഗ്രാം പായസം ഒരു കോമ്പോയിൽ ഒഴിച്ചു തരുന്ന ഇവർ പറഞ്ഞത്. പക്ഷെ സത്യം പറയാലോ, കൂടി പോയാൽ 30 ഗ്രാം വരും. ബോളി ആണെങ്കിൽ തലക്കേടില്ല, അത്ര തന്നെ. പായസവും അതേപോലെ. സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടാട്ടോ ഹസ്ബൻഡിനെ അനിയനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടിപ്പോയത്. 145 രൂപ. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ